കില്ലർ ആ 69 പേരെയും കൊണ്ട് പോലീസ് ബസ്സിൽ നിന്നും ഏകദേശം 500 മീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരുടെ അടുത്തായി അവരെ നിർത്തി. പെട്ടെന്നാണ് അയാൾ ഒരു ഗണ്ണെടുത്ത് അവർക്ക് നേരെ നീട്ടിയത്. സൈലൻസർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ഗൺ. അതിലൊരു ചെറുപ്പക്കാരനോട് എല്ലാവരുടെയും കൈയും കാലും ആ വണ്ടിയിൽ കിടക്കുന്ന കയർ യൂസ് ചെയ്ത് കെട്ടാൻ ആവശ്യപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ നിങ്ങളിത് എന്തായി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ വല്ലാത്തൊരു ചിരിയോടെ അയാൾ മറുപടി പറഞ്ഞു, എടാ മോനെ, നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണ. കയറെടുത്ത് കെട്ടാൻ അയാൾ വീണ്ടും ആംഗ്യം കാണിച്ചു. ആ ചെറുപ്പക്കാരൻ കയറെടുക്കാൻ നീങ്ങിയതും അതിൽ 7 പേര് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. കില്ലർ അവരെ വെടിയുതിർക്കാനോ ഒന്നും നിന്നില്ല. വെറുതെ അവരെ നോക്കി ഒന്ന് ചിരിച്ചത് മാത്രം ചെയ്തു. ആ ഓടിപ്പോയവരെ മൈൻഡ് ചെയ്യാതെ ബാക്കിയുള്ളവരെ കയറുകൊണ്ട് കെട്ടാൻ അയാൾ വീണ്ടും ആ ചെറുപ്പക്കാരനോട് ആവശ്യപ്പെട്ടു. കെട്ടിക്കഴിഞ്ഞതും ആ കെട്ടിയ ബാക്കിയുള്ള കയറിൽ നിന്ന് ഒരു തുമ്പെടുത്ത് ആ വണ്ടിയുടെ പുറകിലായി അവർ കെട്ടിവെച്ചു. ആ വണ്ടിയെ കണക്ട് ചെയ്ത് നിൽക്കാണ് ഇപ്പോൾ ആ 69 പേര്. കെട്ടിക്കഴിഞ്ഞതും അജയന്റെ ഭാര്യയും അനിയത്തി മുന്നോട്ട് വാ എന്ന് ആ കില്ലർ ആവശ്യപ്പെട്ടു. പക്ഷെ അവർ 2 പേരും പേടിച്ച് അവിടെ തന്നെ നിന്നു. അവർ മുന്നോട്ട് വരുന്നില്ല എന്ന് കണ്ട് അജയൻ തന്നെ അവർ 2 പേരും പിടിച്ച് വണ്ടിയുടെ മുന്നിലായി കൊണ്ടുപോയി നിർത്തി. അവരെ വണ്ടിയുടെ മുന്നിലായി കെട്ടിയിടുകയും ചെയ്തു. ഇപ്പോൾ 60 പേര് പുറകിലും അജയന്റെ വൈഫും അനിയത്തിയും മുൻപിലുമായി കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ ദേഹത്ത് എന്തോ ബോംബ് പോലെ തോന്നിക്കുന്ന ഒരു ഡിവൈസ് അയാൾ കെട്ടിവെക്കുകയും ചെയ്തു. എന്നിട്ട് അവരോടായി പറഞ്ഞു, നിങ്ങളുടെ അജയൻ, അവനോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഏകദേശം എല്ലാം അവൻ കൃത്യമായി തന്നെ ചെയ്തു. പക്ഷേ അവൻ ചെറുതായിട്ട് ഞാൻ പറഞ്ഞതിൽ നിന്നൊന്ന് മാറിക്കളഞ്ഞു. അത് പാടില്ലല്ലോ. അത്രയും പറഞ്ഞു കഴിഞ്ഞതും അയാൾ ആ ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്തു. തിരിഞ്ഞു പോലും നോക്കാതെ ആ 7 പേര് ഓടിയ വഴിയെ ഒരു വല്ലാത്ത ചിരിയോടെ നടക്കുകയും ചെയ്തു. ഏകദേശം ആ പോലീസ് ബസ് കാണാവുന്ന രീതിയിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെ താഴെയായി ആ 7 പേരും മരിച്ചു കിടക്കുന്നുണ്ട്. അവർക്കുള്ള കെണി അയാൾ നേരത്തെ കരുതി വെച്ചിരുന്നു എന്നർത്ഥം. ആ ബോഡികളിൽ 7 നോക്കി അയാൾ ചിരിച്ചുകൊണ്ടേയിരുന്നു. അയാൾ കയ്യിൽ കരുതിയിരുന്ന ഒരു പേപ്പർ എടുത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ കയ്യിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ആ കുട്ടിയുടെ മുഖത്തേക്കായി നോക്കി പറഞ്ഞു, നീയല്ലേ നേരത്തെ എൻ്റെ മുഖം കണ്ട് തിരിച്ചറിഞ്ഞത്? അതും കൃത്യമായിട്ടല്ലാതെ എഴുതിയിരുന്ന രേഖാചിത്രത്തിൽ നിന്ന് പോലും നീ എന്നെ തിരിച്ചറിഞ്ഞു. അപ്പം നീ തന്നെ ഇതും അവർക്ക് കാണിച്ചു കൊടുത്തേക്ക്. അത്രയും പറഞ്ഞു കഴിഞ്ഞതും അയാളെ പോലീസ് ബസ്സിൻ്റെ അടുത്തേക്ക് ഓടി. സാർ അവിടെ എന്ന് അലറി വിളിച്ചുകൊണ്ടാണ് ഓടുന്നത്.